പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മാരാനാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം മുന്നേ അറിയിക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കട്ടെ. ഒരിക്കൽ കൂടെ എല്ലാവർക്കും, ഈ കൂട്ടായ്മയിൽ കൂടുന്ന എല്ലാവർക്കും, ഇതിൻ്റെ പ്രേക്ഷിതരായി നിൽക്കുന്നവർക്കും, ഇതിൻ്റെ ഉപകാരികൾ, സഹകാരികൾ എല്ലാവരെയും ഓർക്കുന്നു. എല്ലാവരും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥനയുടെ വിവിധ രീതികളും പ്രാർത്ഥനയിലൂടെ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെല്ലാം നമ്മളിങ്ങനെ ധ്യാനിച്ചു പോരുകയാണ്. ഇന്ന് നമ്മൾ അല്പസമയം ധ്യാനിക്കുന്ന പ്രിയമുള്ളവരെയും വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 9 മുതൽ വാക്യങ്ങളും വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ 11-2 മുതൽ എഴുതിയിരിക്കുന്ന വാക്യങ്ങളുമാണ്. നമ്മുടെ കർത്താവിൻ്റെ രക്ഷകനുമായ യേശു ക്രിസ്തു നമ്മളെ പഠിപ്പിച്ച കർത്തൃപ്രാർത്ഥന ഒന്ന് ചിന്തിച്ച് കടന്നു പോകാമെന്ന് വിചാരിക്കുകയാണ്. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. തിരക്തത്താൽ ഞങ്ങളെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ, നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ. പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, സർവ്വവിശുദ്ധന്മാരെ പ്രാർത്ഥിക്കണമേ. ഈ കർത്തൃപ്രാർത്ഥന ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ അതിൻ്റെ നീളവും വീതിയും ആഴവും ഞങ്ങൾക്ക് മനസ്സിലാകുവാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിൽ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേട്ട് ഉത്തരം തരുമാറാകണമേ. ആമീൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 9 മുതൽ വാക്യങ്ങൾ ഇങ്ങനെയാണ് നമ്മൾ അവിടെ പ്രാർത്ഥിക്കുന്നത്. പല രീതിയിൽ യഹൂദന്മാർ പ്രാർത്ഥിച്ചിരുന്നു. എന്നാൽ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ വേറിട്ടൊരു പ്രാർത്ഥന പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗത്തിലെ ഞങ്ങളുടെ അപ്പ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. ഞാൻ മുമ്പ് കേട്ടതും വായിച്ചതും അറിഞ്ഞതുമായ രീതി അനുസരിച്ച് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ ജീവിക്കുമ്പോൾ, കൽപ്പനകൾ അനുസരിക്കുമ്പോൾ, ഞാൻ മുഖാന്തരം ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടണം. ഞാൻ വഴി എൻ്റെ അപ്പാ പിതാവേ, ഞാൻ മുഖാന്തരം അങ്ങയുടെ നാമം മഹത്വപ്പെടണം. ഇതാണ് യേശു നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. അങ്ങയുടെ രാജ്യം വരണം, സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. സ്വർഗത്തിൻ്റെ ഒരു മുൻ അനുഭവം, ഒരു ആസ്വാദനം ഭൂമിയിൽ നമുക്കുണ്ടായിരിക്കണം. ദൈവരാജ്യം അവിടെ എന്ന് പറയുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് പോകേണ്ട, ദൈവരാജ്യം എവിടെ എന്ന് പറയുമ്പോൾ നിങ്ങൾ എങ്ങോട്ടും പോകേണ്ട. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട്. അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ റോമാലേഖനം 14-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ദൈവരാജ്യം എന്നാൽ ഭക്ഷണവുമല്ല പാനീയവുമല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവുള്ള സന്തോഷവുമാണ്. ആ അനുഭവം ദൈവമേ, ഞാൻ വസിക്കുന്ന ഈ ഭൂമിയിൽ ഉണ്ടാകണം. അങ്ങയുടെ രാജ്യം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. നാളെയെക്കുറിച്ചുള്ള ഉത്കണ്ഠകളോ നാളെയെക്കുറിച്ചുള്ള പ്രയാസങ്ങളോ പ്രതിസന്ധികളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് തളർന്ന് നശിച്ചു പോകാതെ, നാളെ ഞങ്ങൾ എല്ലാം ഉള്ളവനായി തീർന്നു എന്നുള്ള അഹംഭാവത്തോടു കൂടി നിൽക്കാതെ, അന്നെന്നുള്ളത് ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുക. നാളേക്കുള്ളത് അവരൻ്റെയും കൂടിയാണെന്നുള്ള വിചാരത്തോടു കൂടി ഇന്നിൻ്റെ ആവശ്യങ്ങളിൽ എല്ലാവരെയും പങ്കെടുപ്പിക്കണമെന്ന് ഒന്ന് യേശു പഠിപ്പിക്കുകയാണ്. ശിഷ്യന്മാരുടെ ജീവിതത്തിൽ അത് അവർ പ്രാവർത്തികമാക്കി. അവർ തങ്ങൾക്കുള്ളതെല്ലാം പൊതുവക എന്ന് എണ്ണി. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായത്തിലും 4-ാമത്തെ അധ്യായത്തിലും എഴുതിയിരിക്കുന്ന അങ്ങനെയാണ്. അവരൊന്നും സ്വന്തമെന്ന് അവകാശപ്പെട്ടില്ല. അവർക്കുള്ളതെല്ലാം മറ്റ് പലരുടെയും കൂടിയാണെന്നുള്ള
ഒരു ഉൾവിചാരം അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. യേശു പഠിപ്പിച്ച പ്രാർത്ഥനയുടെ ഫലമാണത്. നമ്മൾ നേരത്തെ പ്രാർത്ഥിച്ച ഒരു ഭാഗത്ത് നമ്മൾ ചിന്തിച്ചിരുന്നു കഴിഞ്ഞ ദിവസം. എന്താണ്? എൻ്റെ ഫലത്തിൽ നിന്ന്, എൻ്റെ കൃഷിയിടങ്ങളിൽ നിന്ന് കിട്ടിയ ഫലത്തിൽ നിന്ന് അനാഥരും വിധവകളും പരദേശികളൊക്കെ ഭക്ഷിച്ച് തൃപ്തരായി എന്ന് ഞാൻ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന്. ഇവിടെ കർത്താവ് പഠിപ്പിക്കുകയാണ്, അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. അത് തരാൻ കഴിയുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. ഞങ്ങളൊക്കെ ധാരാളമായി അനുഭവിച്ച് അറിഞ്ഞു പോകുന്ന ഒരു പ്രാർത്ഥനയും കൂടിയാണത്. അന്നന്നേക്കുള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രം ചിന്തിച്ചു പോകുന്ന അനുഭവങ്ങൾ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട്, ഞങ്ങളെ ഉപദ്രവിച്ചവർ, ഞങ്ങളെ വേദനിപ്പിച്ചവർ, ഞങ്ങളുടെ വസ്തുക്കൾ അപഹരിച്ചവർ, ഞങ്ങളെ ഏതു വിധത്തിലും മുറിപ്പെടുത്തിയ, ഞങ്ങൾക്ക് നഷ്ടം വരുത്തിയവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നു. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ക്ഷമിച്ചില്ലെങ്കിൽ കർത്താവും ക്ഷമിക്കില്ല. എല്ലാ പ്രാർത്ഥനകളും കൽപ്പനകളാണ് അനുസരിച്ച് വേണം പ്രാർത്ഥിക്കാൻ. അതുകൊണ്ട് നമ്മളോട് തെറ്റ് ചെയ്തവരോട് നമ്മൾ ക്ഷമിക്കണം എന്നൊരു ആഹ്വാനമാണ് ഇതിലൂടെ നമുക്ക് നൽകുന്നത്. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. നീതിമാനായ യോബിനെ പോലെ ഞങ്ങളെ ദൈവമേ പരീക്ഷയ്ക്ക് വിട്ടുകൊടുത്താൽ, സാത്താനെ കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കാൻ വിട്ടുകൊടുത്താൽ ഞങ്ങൾ തകർന്നു തരിപ്പണമായി പോകും. അതുകൊണ്ട് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. ഞങ്ങൾക്ക് പ്രലോഭനങ്ങളൊന്നും വരാൻ ഇടയാകരുത്. ഞങ്ങൾ നശിച്ചു പോകാൻ ഇടയാകരുത്. ഞങ്ങളെ എന്നും കാത്തുകൊള്ളണം. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം. തിന്മ നിറഞ്ഞ ലോകത്ത് ഞങ്ങൾ ജീവിക്കുമ്പോൾ തിന്മയിൽ വീഴാതെ കാത്ത് ഞങ്ങളെ രക്ഷിക്കണം. മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുകയില്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കുകയില്ല. ഇത് പറഞ്ഞിട്ടാണ് അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് തെറ്റുകളെല്ലാം ക്ഷമിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന, തെറ്റുകളെല്ലാം ക്ഷമിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥന, മറ്റുള്ളവരുടെ കുറവുകളും പോരായ്മകളെല്ലാം പരിഹരിച്ച് ദൈവമേ ഞങ്ങൾക്ക് ആരോടും വൈരാഗ്യമോ വിദ്വേഷമോ വെറുപ്പോ ഇല്ല എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന, ഹൃദയം ശുദ്ധിയാക്കിക്കൊണ്ടുള്ള പ്രാർത്ഥന, കൈകൾ നിർമ്മലമാക്കിക്കൊണ്ടുള്ള പ്രാർത്ഥന, അധരം വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടുള്ള പ്രാർത്ഥന. ഇത്തരം പ്രാർത്ഥനകളൊക്കെയാണ് പ്രിയമുള്ളവരെ ദൈവസന്നിധിയിൽ സ്വീകാര്യമാകുന്നത്. നമ്മൾ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഇനി നമുക്ക് മുന്നോട്ട് പ്രാർത്ഥനയെക്കുറിച്ച് തന്നെ കേൾക്കാം. അതിനുള്ള ദൈവം നമുക്കതിനുള്ള കൃപ തരട്ടെ. ഇവിടെ നമ്മൾ ഇന്നത്തെ ശുശ്രൂഷ അവസാനിപ്പിക്കുകയാണ്. യേശു പഠിപ്പിച്ച പ്രാർത്ഥന, അതൊന്നും നമുക്ക് ധ്യാനിക്കുന്നതിനും ചിന്തിക്കുന്നതിൻ്റെയൊക്കെ ഒത്തിരി അപ്പുറത്താണ്. പക്ഷെ ഇത്രയെങ്കിലും നമ്മൾ അറിഞ്ഞിരുന്നില്ലെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിൽ വളരെ കുറ്റക്കാരായി പോകും. അതുകൊണ്ട് കർത്തൃപ്രാർത്ഥന നമുക്ക് എന്താ പറയുന്നത്, നമ്മുടെ ജീവിതത്തെ ആകമാനം മാറ്റിമറിച്ച് വിശുദ്ധിയുടെ ഔന്നത്യത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് കർത്തൃപ്രാർത്ഥന. അത് സത്യത്തിലും ആത്മാവിലും പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അനേകരിലേക്ക് ഈ ശുശ്രൂഷകൾ എത്തിച്ചേരുവാൻ തക്കവണ്ണം നിങ്ങളിത് ഷെയർ ചെയ്യുകയും ഇതിൻ്റെ പ്രേക്ഷിതരായി തീരുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. ഒരിക്കലെങ്കിലും ഈ പ്രത്യാശാഭവനിൽ, ഈ മാരാനാഥ ധ്യാന കേന്ദ്രത്തിൽ കടന്നു വരുവാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ദൈവം നിങ്ങൾക്ക് അതിനുള്ള
അവസരം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.